പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, വേദിയിലും സദസ്സിലുമുള്ള സഹോദരങ്ങളെ, സ്നേഹിതന്മാരെ, സോളിഡാരിറ്റിയുടെ നേതൃത്വത്തിൽ കേരളത്തിൽ രാജ്യത്ത് വ്യാപകമായി കൊണ്ടിരിക്കുന്ന ഇസ്ലാമോഫോബിക് ദുരന്തങ്ങളെക്കുറിച്ച്, പ്രചാരണങ്ങളെക്കുറിച്ച് അതിനെതിർത്തുകൊണ്ട് നടക്കുന്ന ഈ പരിപാടിക്ക് ഞാൻ ആദ്യമായി എല്ലാ ഭാവുകങ്ങളും നേരുന്നു. നമ്മൾ ഇസ്ലാമോഫോബിയെ കുറിച്ചാണ് നാം സംസാരിക്കുന്നത്. അതിന് മുന്നോടിയായി CPM-ന്റെ ഇസ്ലാമോഫോബിയ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഇസ്ലാമോഫോബിയെ കുറിച്ചാണ് നാം സംസാരിക്കുന്നത്. എനിക്ക് തോന്നുന്നു നമ്മൾ ബംഗാളികളെ കുറിച്ച് സംസാരിക്കുന്നതാണ് നല്ലത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് CPM ആയതുകൊണ്ട് ബംഗാളികളെ കുറിച്ച് സംസാരിക്കുന്നതല്ല, മറിച്ച് ഇസ്ലാമോഫോബിയ എന്ന് പറയുന്നത് മുസ്ലിങ്ങൾക്ക് എതിരെ നടക്കുന്ന ഒരു വംശീയ ചിന്തയാണ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. ബംഗാളികൾ എന്ന് പറയുന്നത് ബംഗാളിൽ ജീവിക്കുന്ന ആളുകളെ കുറിച്ചല്ല ഞാൻ സംസാരിച്ചു വരുന്നത്, മറിച്ച് കേരളത്തിൽ തന്നെ ജീവിക്കുകയും നമ്മളോടൊപ്പം ജീവിക്കുകയും നമ്മളോടൊപ്പം പണിയെടുക്കുകയും നമ്മളുടെ തെരുവുകളിൽ നമുക്ക് വേണ്ടി ജോലി ചെയ്യുകയും ചെയ്യുന്ന ബംഗാളികൾ എന്ന് അറിയപ്പെടുന്ന ഒരു വിഭാഗത്തെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ബംഗാളികൾ എന്ന് നാം പറയുന്നത് സോഷ്യൽ മീഡിയയിലൊക്കെ നാം പരിശോധിക്കുകയാണെങ്കിൽ ഒരു സ്റ്റെയർ കേസ്, ഒരു വാതിൽ തുറക്കാൻ പറ്റാത്ത പോലെ ഒരു സ്റ്റെയർ കേസ് കാണുകയാണെങ്കിൽ നാം പറയും ഏത് ബംഗാളിയാണ് ഇത് പണിത് എന്ന് നാം ചോദിക്കും. ഞാൻ പണ്ടൊരു പത്രത്തിലായിരുന്നു ജോലി ചെയ്തിരുന്നത്. പത്രത്തിലെ സബ് എഡിറ്റർമാർ ധാരാളം തെറ്റുകളോടുകൂടി വാർത്തകൾ എഴുതിക്കൊണ്ടുവരുമ്പോൾ, ധാരാളം അക്ഷരത്തെറ്റുകളും പ്രയോഗത്തെറ്റുകളുമായി വാർത്തകൾ എഴുതിക്കൊണ്ടുവരുമ്പോൾ ഞങ്ങളുടെ പ്രൂഫ് റീഡർ ചോദിക്കും, ഇത് ഏത് ബംഗാളിയാണ് ഈ കുറിപ്പ് തയ്യാറാക്കിയത് എന്ന് ചോദിക്കും. അങ്ങനെയുള്ള ബംഗാളികളെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പോൾ ബംഗാളികളെ കുറിച്ചുള്ള നമ്മുടെ സംസാരങ്ങൾ യഥാർത്ഥത്തിൽ ബംഗാളിൽ നിന്ന് വരുന്ന ആളുകളെ കുറിച്ചുള്ള സംസാരങ്ങളല്ല, മറിച്ച് നമ്മുടെ നാട്ടിൽ ബംഗാളിൽ നിന്ന് വരുന്ന ആളുകൾ യഥാർത്ഥത്തിൽ വരുന്നത് ബംഗാളിൽ നിന്ന് മാത്രമല്ല, ആസാമിൽ നിന്ന് വരുന്നവരുണ്ട്, ജാർഖണ്ഡിൽ നിന്ന് വരുന്നവരുണ്ട്, ഛത്തീസ്ഗഡിൽ നിന്ന് വരുന്നവരുണ്ട്. അങ്ങനെ രാജ്യത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് വരുന്ന ധാരാളം ആളുകൾ നമ്മുടെ നാട്ടിൽ ജോലി ചെയ്യുന്നുണ്ട്, ചെറുപ്പക്കാർ ജോലി ചെയ്യുന്നുണ്ട്. ഈ എല്ലാ ആളുകൾക്കും കൂടി നാം പറയുന്ന ഒരു പൊതുപ്പേരാണ് ബംഗാളി എന്ന് പറയുന്നത്. അപ്പോൾ ബംഗാളി എന്ന് പറയുമ്പോൾ അതോടുകൂടി നാം മറ്റൊരു കാര്യം കൂടി പറയുന്നു, ബംഗാളികൾ മണ്ടന്മാരാണെന്ന് കൂടി നാം ഈ പറയുന്ന ആളുകൾ അങ്ങനെ കൂടി മനസ്സിലാക്കുന്നുണ്ട്. അതായത് ബംഗാളികളെ കുറിച്ചുള്ള ബംഗാളി എന്ന വാചകത്തിലൂടെ, ഒരു വാക്കിലൂടെ, ഒരു പ്രയോഗത്തിലൂടെ നാം ഒരു വംശീയ ചിന്തയാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. ഇങ്ങനെയൊരു വംശീയ ചിന്തയുള്ള ബംഗാളി എന്ന പ്രയോഗം യഥാർത്ഥത്തിൽ ഒരു ജനസമൂഹത്തെ മുഴുവൻ വളരെയേറെ വംശീയമായ ആക്ഷേപിക്കുന്ന ഒരു പ്രയോഗം മാത്രമായിട്ടാണ് നാം ബംഗാളി എന്ന വാക്കിനെ പ്രയോഗിക്കുന്നത്. അത് മലയാളിയുടെ ഒരു വംശീയ ചിന്തയിൽ നിന്ന് ഉണ്ടാകുന്നതാണ്. അത്തരത്തിൽ മുസ്ലിങ്ങളെ കുറിച്ചുള്ള സംസാരത്തെയാണ് നാം ഇസ്ലാമോഫോബിയ എന്ന് പറയുന്നത്. ബംഗാളികൾ എന്ന് പറഞ്ഞാൽ മണ്ടന്മാരാണെന്നും, ബംഗാളികൾ എന്ന് പറഞ്ഞാൽ ക്രിമിനലുകളാണെന്നും, നാട്ടിൽ അക്രമം വിതയ്ക്കുന്നവരാണെന്നും, നാട്ടിൽ ക്രമസമാധാന നില തകരാറിലാക്കുന്നവരാണെന്നും, വൃത്തിയില്ലാത്തവരാണെന്നും ഒക്കെ വലിയ വലിയ പ്രചാരണങ്ങൾ നമ്മൾ സോഷ്യൽ മീഡിയയിൽ നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും. അത്തരത്തിലുള്ള എല്ലാ പ്രചാരണങ്ങളും ഇന്ന് മുസ്ലിങ്ങൾക്കിടെയും മുസ്ലിങ്ങൾക്കെതിരെയും നടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അങ്ങനെയുള്ള മുസ്ലിങ്ങൾക്കെതിരെ നടക്കുന്ന പ്രയോഗങ്ങളെയാണ് നാം ഇസ്ലാമോഫോബിയ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള പ്രയോഗങ്ങൾ നടത്തുന്ന ഇടതുപക്ഷത്തിനെതിരെയാണ് ഇതുപോലെയുള്ള പരിപാടികളിലൂടെ നമ്മുടെ ചെറുപ്പക്കാർ പ്രതിരോധിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്തരം പരിപാടികളിലൂടെ പ്രതിരോധിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അത്തരത്തിലുള്ള വംശീയ ചിന്തയ്ക്കെതിരെയാണ്. അപ്പോൾ മുസ്ലിങ്ങളെ കുറിച്ചുള്ള ഒരു വാർപ്പ് മാതൃക നാം സൃഷ്ടിച്ചിട്ടുണ്ട്. എന്താണ് ആ വാർപ്പ് മാതൃക? മുസ്ലിങ്ങൾ എന്ന് പറയുന്നത് നാല് കെട്ടുന്നവരാണ്, അവർക്ക് വൃത്തി കുറഞ്ഞ ആളുകളാണ്, അവർ അക്രമകാരികളാണ്, അവർ സ്വന്തമായി രാജ്യം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നു, അവർ മതരാഷ്ട്രവാദികളാണ്. അങ്ങനെ നിരവധി ആരോപണങ്ങൾ മുസ്ലിങ്ങൾക്കെതിരെ ഉള്ളതായിട്ട് കാണാൻ കഴിയും. ഇത്തരത്തിലുള്ള എല്ലാ ആരോപണങ്ങളെയും പൊതുപ്പേരിലാണ് നാം ഇസ്ലാമോഫോബിയ എന്ന വാക്കിലൂടെ അർത്ഥമാക്കുന്നത്. സാധാരണഗതിയിൽ ഇസ്ലാമോഫോബിയ പോലെയുള്ള വംശീയ ചിന്തകൾക്കെതിരെ ശക്തമായി ഇടപെടേണ്ടുന്ന ഒരു ജനവിഭാഗമാണ്, ഒരു പ്രത്യശാസ്ത്ര വിഭാഗമാണ് ഇടതുപക്ഷം എന്ന് പറയുന്നത്. എന്നാൽ കേരളത്തിൽ ഇടതുപക്ഷത്തിന്റെ ഒരു നിലപാട് മുന്നോട്ട് പോകുന്നതല്ല, അവർ മുന്നോട്ട് വെക്കുന്ന നിലപാടുകൾ ഇതേ വംശീയ ചിന്തയോട് ചേർന്ന് പോകുന്നതാണ് നമുക്ക് പറയാൻ കഴിയും.
ഇന്ന് ഇടതുപക്ഷത്തിലുള്ള നേതാക്കന്മാർ പറയുന്ന ഒരു കാര്യമുണ്ട്, ഞങ്ങൾ ജമാഅത്ത് ഇസ്ലാമിയെയാണ്, ഞങ്ങൾ SDPയെയാണ് കുറ്റം പറയുന്നതെന്ന്. ഞങ്ങൾ SDPക്കെതിരെയാണ് സംസാരിക്കുന്നത്. SDPക്കെതിരെ സംസാരിച്ചാൽ എങ്ങനെയാണ് മുസ്ലിം സമൂഹത്തിനെതിരെ സംസാരിക്കുന്നതാവുന്നത്? ഞങ്ങൾ ജമാഅത്ത് ഇസ്ലാമിയെക്കെതിരെയാണ് സംസാരിക്കുന്നത്. അങ്ങനെ സംസാരിച്ചാൽ എങ്ങനെയാണത് മുസ്ലിം സമൂഹത്തിനെതിരെയാണ് എന്ന് പറയുന്നത്? നമുക്കറിയാം, ബംഗാളികളെ കുറിച്ച് നാം ഒരു വംശീയ ചിന്ത എങ്ങനെയൊക്കെ മനസ്സിൽ സൂക്ഷിക്കുന്നുണ്ടോ അതുപോലെ ഒരു വംശീയ ചിന്ത മുസ്ലിങ്ങളെ കുറിച്ച് സംസാരിക്കുന്നതിന് ഉപയോഗിക്കുന്ന ഒരു പൊതുപ്പേര് മാത്രമാണ് ഇന്ന് ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ജമാഅത്ത് ഇസ്ലാമി അല്ലെങ്കിൽ SDPI പോലെയുള്ള വാക്കുകൾ എന്ന് നാം മനസ്സിലാക്കണം. അത് ജമാഅത്ത്, SDPI തുടങ്ങിയ പ്രസ്ഥാനങ്ങൾ അവർ മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയ നിലപാടുകൾ, സാമൂഹ്യ ചിന്ത, തത്വശാസ്ത്രം, അതിനെക്കുറിച്ചുള്ള ഒരു കാര്യവും അതിൽ അടങ്ങിയിട്ടില്ല. മറിച്ച് അതിനെക്കുറിച്ചൊരു വംശീയതയ്ക്ക് കുറിക്കുന്ന ഒരു വാക്ക് മാത്രമായിട്ടാണ് ഇന്ന് ഇടതുപക്ഷം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇതേ ഇസ്ലാമോഫോബിയ ഉപയോഗിച്ച് കേരളത്തിലെ മുസ്ലിം സമൂഹത്തെ ആക്രമിക്കുന്ന ഇതേ ഇടതുപക്ഷം തന്നെ ഇസ്ലാമോഫോബിയയുടെ ഏറ്റവും വലിയ ഇരകളാണെന്ന് പറഞ്ഞാൽ അതും നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അത് നാം രണ്ട് കാര്യങ്ങൾ പരിശോധിക്കണം. എങ്ങനെയാണ് ഇടതുപക്ഷം തന്നെ ഇസ്ലാമോഫോബിയയുടെ ഇരകളായി മാറുന്നത്? യഥാർത്ഥത്തിൽ കേരളത്തിൽ ഇന്ന് കഴിഞ്ഞ ദിവസം നാം കേൾക്കുകയുണ്ടായി, മഹാരാഷ്ട്രയിലെ ഒരു മന്ത്രി അദ്ദേഹം കേരളത്തെ കുറിച്ച് കേരളം ഒരു മിനി പാകിസ്ഥാനാണ് പറയുന്നതിനെ കുറിച്ച് ഉദ്ഘാടക പ്രാസംഗികൻ പറയുകയുണ്ടായി. അത് നാം എല്ലാവരും പത്രദ്വാര വായിച്ചറിഞ്ഞതാണ്. അപ്പോൾ ഇടതുപക്ഷത്തിനെതിരെ ഒരു പുതിയ വാദഗതി അവർ ഉന്നയിക്കുകയാണ്, അല്ലെങ്കിൽ കേരളത്തിനെതിരെ ഒരു വാദഗതി ഉന്നയിക്കുകയാണ്. കേരളം ഒരു മിനി പാകിസ്ഥാനാണ്. കേരളം മിനി പാകിസ്ഥാൻ എന്ന വാക്ക് മാത്രമല്ല ഉപയോഗിച്ചിരുന്നത്, ഇതിനു മുന്നേ കേരളം ഒരു ജിഹാദി കേന്ദ്രമാണ് എന്നുകൂടെ അവർ പറഞ്ഞിരുന്നു. അപ്പോൾ ഒരു ഭാഗത്ത് അവർ കേരളത്തെ മിനി പാകിസ്ഥാൻ എന്ന് വിളിച്ചിരുന്നു, മറുഭാഗത്ത് ഇതേ ആളുകൾ ചില കാലങ്ങളിൽ കേരളത്തെ ഒരു ജിഹാദികളുടെ കേന്ദ്രമായും പറഞ്ഞിരുന്നു. അപ്പോൾ ഒരേ സമയം തന്നെ നമുക്കറിയാം, കേരളത്തിലെ ഗൾഫ് കേന്ദ്രങ്ങളെ പണ്ടൊക്കെ മിനി പാകിസ്ഥാൻ എന്നാണ് വിളിച്ചിരുന്നത്. ഞാൻ കൊടുങ്ങല്ലൂരിൽ നിന്നാണ് വരുന്നത്. ഞങ്ങളുടെ നാട്ടിലെ ചാവക്കാടിനെ കുറിച്ച് മിനി പാകിസ്ഥാനാണ് പറയുന്നത്. ഈ മിനി പാകിസ്ഥാൻ എന്ന് പറയുന്നത് മിനി ഗൾഫ് എന്നൊക്കെ നാം കേൾക്കുന്നുണ്ട്. അതുപോലെയുള്ള ഒരു ഓമന പദമല്ല, മറിച്ച് മുസ്ലിങ്ങളെ കുറിച്ചുള്ള ഒരു വംശീയ ചിന്തയുടെ ഭാഗമായിട്ടാണ് ചാവക്കാടിനെ മിനി പാകിസ്ഥാൻ എന്നോ അല്ലെങ്കിൽ മിനി ഗൾഫ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്. അതൊരു ഓമന പദമല്ല, മറിച്ച് ഒരു വിദ്വേഷം പ്രചരിപ്പിക്കുന്ന പദമായിട്ടാണ് കണ്ടുവന്നിരുന്നത്. അതിന്റെ ഒരു രൂപമാണ് ഇന്ന് മിനി പാകിസ്ഥാൻ എന്ന് കേരളത്തെ കുറിച്ച് പറയുന്നത്. പക്ഷെ അതോടൊപ്പം നമുക്കറിയാം, ഇങ്ങനെയുള്ള പദപ്രയോഗം നടക്കുന്നതിന് കാരണമാകുന്നതും ഇതേ ഇടതുപക്ഷം തന്നെയാണ്. അപ്പൊ നമുക്കൊരു കാര്യം പരിശോധിച്ച് നോക്കാം. യഥാർത്ഥത്തിൽ ഇടതുപക്ഷം എങ്ങനെയാണ് ഇസ്ലാമോഫോബിയ പ്രചരിപ്പിക്കുന്നത് അതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. അതാണ് നമ്മുടെ വിഷയവും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ SDPI തമിഴ്നാട്ടിലെ ദിണ്ടിഗൽ മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ചിരുന്നു. ഈ ദിണ്ടിഗൽ മണ്ഡലത്തിൽ മത്സരിക്കുന്ന സമയത്ത് SDPIയുടെ എതിരാളിയായിരുന്നത് CPM ആണ്. മാർക്സിസ്റ്റ് പാർട്ടിയാണ് SDPIയുടെ എതിരാളിയായാണ് മത്സരിച്ചത്. അന്ന് SDPI നമ്മുടെ AIADMKയുടെ മുന്നണിയിലാണ് മത്സരിച്ചത്. CPM മത്സരിച്ചത് DMK മുന്നണിയിൽ. അങ്ങനെ പരസ്പരം എതിരാളികളായി ദിണ്ടിഗൽ മണ്ഡലത്തിൽ മത്സരിക്കുന്ന സമയത്ത് കേരളത്തിൽ നിന്ന് പോയ ചില മാധ്യമ പ്രവർത്തകർ അവിടുത്തെ CPMന്റെ സംസ്ഥാന സെക്രട്ടറിയോട് ചോദിച്ചു, അദ്ദേഹത്തിന്റെ പേര് രാമമൂർത്തി എന്നാണോ എന്നാണ് എന്റെ ഓർമ്മ. അദ്ദേഹത്തോട് ചോദിച്ചു, SDPI എന്ന് പറയുന്നത് ഒരു തീവ്രവാദ പ്രസ്ഥാനമല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ അതിന് CPMന്റെ തന്നെ നേതാവ് പറഞ്ഞ മറുപടി, SDPI ഒരു മോഡറേറ്റ് പാർട്ടിയാണ്, അതിനെ തീവ്രവാദി ഭീകരവാദി ചാപ്പ കുത്തുന്നത് നിങ്ങൾ മലയാളികളുടെ കേടാണ് എന്ന് പറഞ്ഞു. അതായത് തീവ്രവാദ പ്രസ്ഥാനമായ SDPIയെ ചിത്രീകരിക്കുന്നത് നിങ്ങൾ മലയാളികളായ മാർക്സിസ്റ്റുകളുടെ കുഴപ്പമാണ്, ഞങ്ങളുടെ കുഴപ്പമല്ല എന്നാണ് CPMന്റെ തമിഴ്നാട്ടിലെ സംസ്ഥാന സെക്രട്ടറി പറയുന്നത്. ഞങ്ങൾ കുറെ കാലങ്ങളായിട്ട് കുറെ സുഹൃത്തുക്കൾ യുവ ഗവേഷകരുടെ സഹായത്തോടു കൂടി ഒരു ഇസ്ലാമോഫോബിയയെ കുറിച്ചുള്ള റിപ്പോർട്ടുകൾ തയ്യാറാക്കുന്നുണ്ട്. 2024 ജനുവരി മുതൽ ഡിസംബർ മാസം വരെ നടന്ന ഈ റിപ്പോർട്ടുകളെ ഞങ്ങൾ പരിശോധിച്ചപ്പോൾ, കഴിഞ്ഞ ദിവസങ്ങളിൽ ഞങ്ങൾ അത് ടോട്ടലായിട്ട് പരിശോധിക്കുന്ന സമയത്ത് ഞങ്ങൾ അത്ഭുതപ്പെട്ടൊരു കാര്യം, കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഇസ്ലാമോഫോബിയ ഈ വർഷം പ്രചരിപ്പിച്ച ഒരു വിഭാഗം CPM ആണ് എന്നുള്ളതാണ്. അതായത് CPM ആണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഇസ്ലാമോഫോബിക് ആയിട്ടുള്ള പ്രചാരണം നടത്തിയിട്ടുള്ളത്. എങ്ങനെയാണ് എന്തുകൊണ്ടാണ് CPM ഇസ്ലാമോഫോബിക് ആയിട്ടുള്ള പ്രചാരണം നടത്തുന്നതിന്റെ സാഹചര്യം എന്താണ്? ഞങ്ങൾ മനസ്സിലാക്കുന്നത് അത് CPMനേക്കാൾ അതിന്റെ ഒരു പ്രധാന പ്രശ്നം CPM ഒരു ഭരണകൂടത്തെ നയിക്കുന്നു എന്നുള്ളതാണ്. അതായത് ഇന്ത്യയിലെ ഭരണകൂടങ്ങളുടെ സ്വഭാവം അതെല്ലാം ഇപ്പോഴും ഒരു അപരന്മാരെ സൃഷ്ടിക്കുന്നുണ്ട്. നിർഭാഗ്യവശാൽ ഇന്ത്യൻ ഭരണകൂടത്തിന്റെ അപരഭാഗത്ത് നിൽക്കുന്നത് മുസ്ലിങ്ങളായതുകൊണ്ട് മുസ്ലിങ്ങൾക്കെതിരെ ഒരു വംശീയ ചിന്ത ഭരണതലത്തിൽ തന്നെ ഉണ്ടാകുന്നുണ്ട്. നമുക്കതിനെ
സ്ഥാവരവൽകൃതമായ ഭരണകൂട ഇസ്ലാമോഫോബിയ എന്ന് വിളിക്കാം. അതായത് ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്ന് മുസ്ലിങ്ങൾക്കെതിരെ ഉണ്ടാകുന്ന അക്രമങ്ങളെ, ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്ന വിവേചനങ്ങളെ നമുക്ക് ഭരണകൂട ഇസ്ലാമോഫോബിയ എന്ന് വിളിക്കാം. അപ്പോ ഇന്ത്യൻ സമൂഹത്തിലെ ഭരണകൂട ഇസ്ലാമോഫോബിയ വളരെ ശക്തമായ ഒരു സമൂഹമാണ് ഇന്ത്യ. ഈ ഭരണകൂടത്തിന് നേതൃത്വം നൽകുന്ന ഒരു പാർട്ടി എന്ന നിലയിൽ കൂടിയാണ് CPM ഇന്ന് ഏറ്റവും കൂടുതൽ ഇസ്ലാമോഫോബിയ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ടാണ് കേരളത്തിലെ CPM കടുത്ത ഇസ്ലാമോഫോബിക് ആയിരിക്കുമ്പോൾ കേരളത്തിൽ പുറത്തുള്ള ഇതേ CPM ജമാഅത്ത് ഇസ്ലാമിയായിട്ടും SDP ആയിട്ടും നേരത്തെ പോപ്പുലർ ഫ്രണ്ടുമായിട്ട് പോലും വേദി പങ്കിടുകയും തെരഞ്ഞെടുപ്പ് സഖ്യങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തിട്ടുള്ളത്. എന്നാൽ കേരളത്തിൽ വരുമ്പോൾ അവർ കടുത്ത ഇസ്ലാമോഫോബിക് വാദികളായി മാറുന്നു. ഇതൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. അപ്പോൾ ഇസ്ലാമോഫോബിയക്ക് CPMന്റെ ഇസ്ലാമോഫോബിയയുടെ ഒരു കാരണം അവർ ഭരണകൂടത്തിന്റെ ഇസ്ലാമോഫോബിയ പ്രവർത്തിപ്പിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ CPMനെ പോലെയുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി അങ്ങനെ പ്രവർത്തിക്കാമോ? CPMനെ പോലുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇത്തരത്തിലുള്ള വിവേചനങ്ങൾക്കെതിരെ നിലപാടെടുക്കേണ്ടതല്ലേ? CPMനെ പോലുള്ള ഏത് പ്രസ്ഥാനവും അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ പ്രാഥമികമായി ചെയ്യേണ്ടത് ഇരകളെ കുറിച്ച്, അവർ അനുഭവിക്കുന്ന വിവേചനങ്ങളെ കുറിച്ച് കൃത്യമായ നിലപാടെടുക്കുക എന്നുള്ളതാണ്. എന്നാൽ CPMനെ നിർഭാഗ്യവശാൽ അത് കഴിയുന്നില്ല എന്നുള്ളതാണ് നമുക്ക് CPMനോടുള്ള ഏറ്റവും വലിയ വിയോജിപ്പ്. ഇനി മറ്റൊരു കാര്യം നോക്കാം. നാം നേരത്തെ പറഞ്ഞ കാര്യം, എന്തുകൊണ്ടാണ് കേരളത്തിനെതിരെ ഒരു നിലപാടുമായി പുറത്തുനിന്നുള്ള ആളുകൾ വരുന്നത്? കേരളത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ മുസ്ലിം കമ്മ്യൂണിറ്റി നോക്കുക. ഈ എനിക്ക് മുന്നിൽ നിൽക്കുന്ന മുസ്ലിം കമ്മ്യൂണിറ്റി പഴയ പച്ചബെൽറ്റ് കെട്ടി നിൽക്കുന്ന ആളുകളല്ല, മറിച്ച് ദീർഘകാലമായി സാമൂഹ്യ രംഗത്തും രാഷ്ട്രീയ രംഗത്തും പ്രവർത്തിച്ച് കേരളത്തിന്റെയും ഇന്ത്യയുടെയും സാമൂഹ്യ രാഷ്ട്രീയ മണ്ഡലങ്ങളിൽ സ്വന്തമായ വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരു സമുദായമാണ് മുസ്ലിം കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മുസ്ലിം സമൂഹം എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ളൊരു മുസ്ലിം സമൂഹം ഇന്ന് മറ്റ് സംസ്ഥാനങ്ങളിൽ ഉണ്ടാവുന്നത് പോലെ നമുക്കറിയാം, മറ്റ് സംസ്ഥാനങ്ങളിൽ ധാരാളം മുസ്ലിം ജനവിഭാഗമുള്ള ധാരാളം ജനസംഖ്യയുള്ള മറ്റ് സംസ്ഥാനങ്ങളുണ്ട്. പക്ഷെ ആ സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കേരളത്തിലെ മുസ്ലിം ജനസമൂഹത്തിന്റെ പ്രത്യേകത, കേരളത്തിലെ മുസ്ലിങ്ങൾ ശക്തമായ രാഷ്ട്രീയമായ ഇടം കേരളീയ സമൂഹത്തിൽ ഭരണരംഗത്ത്, ജുഡീഷ്യറിയിൽ, എക്സിക്യൂട്ടീവിൽ നേടിയെടുത്ത വിഭാഗമാണെന്നുള്ളതാണ്. അത് പര്യാപ്തമല്ല എന്ന് നമുക്കറിയാം. പക്ഷേ ഇവിടുത്തെ വിവിധ തരത്തിലുള്ള വിവേചനങ്ങൾ നേരിട്ടുകൊണ്ടും രാഷ്ട്രീയമായ ആഭിമുഖ്യം പുലർത്തിക്കൊണ്ടും മത സമുദായ പ്രസ്ഥാനങ്ങളുടെ സഹായത്തോടുകൂടി, പ്രവാസികളുടെ സഹായത്തോടുകൂടി കേരളത്തിലെ മുസ്ലിങ്ങൾ ഒരു ശക്തമായ ജനവിഭാഗമായി മാറിയിട്ടുണ്ട്. അവർ അവകാശങ്ങൾ നേടിയെടുത്തിട്ടുണ്ട്. പഴയ പച്ചബെൽറ്റിൽ നിന്നും ഇന്ന് വിവിധ ജോലികൾ ചെയ്യുന്ന ആളുകളായിട്ട്, സമൂഹത്തിന്റെ വിവിധ തലങ്ങളിൽ പ്രവർത്തിക്കുന്നവരായിട്ടുള്ള ആളുകളായി മാറിയിട്ടുണ്ട്. ഈ വിഭാഗത്തെ കുറിച്ച് കേരളത്തിന് പുറത്തുള്ള ആളുകളും കേരളത്തിനകത്തുള്ള ഇസ്ലാമോഫോബുകളും വിചാരിക്കുന്നത് മുസ്ലിങ്ങൾ അനർഹമായ എന്തോ നേടിയെടുക്കുന്നു എന്നാണ്. അതാണ് ഈ പ്രശ്നത്തിലുള്ള ഇസ്ലാമോഫോബിയയുടെ ഒരു ലക്ഷണം. അതാണ്. അപ്പോൾ ഇവർ കരുതുന്നത് മുസ്ലിങ്ങൾ ഇത് നേടിയെടുക്കുന്നത് സ്വന്തം കഴിവുകളിലൂടെ, സ്വന്തം അവകാശ പോരാട്ടങ്ങളിലൂടെ നേടിയെടുത്ത ഇത്തരം കാര്യങ്ങളൊക്കെ മുസ്ലിങ്ങൾ അനർഹമായി നേടിയെടുത്തതും, മുസ്ലിങ്ങൾ അവർ പല ആളുകളെയും തടഞ്ഞുകൊണ്ടും പലതരത്തിലുള്ള സമ്മർദ്ദ തന്ത്രങ്ങളിലൂടെയും മറ്റുള്ളവരുടെ അവകാശങ്ങൾ തടഞ്ഞുകൊണ്ട്, മുസ്ലിങ്ങളുടെ അവകാശങ്ങൾ ഇല്ലായ്മ ചെയ്തുകൊണ്ട് നേടിയെടുക്കുകയാണെന്നുള്ള ഒരു പ്രചരണം, ഇസ്ലാമോഫോബിയയുള്ള പ്രചരണം നടക്കുന്നുണ്ട്. ഈ പ്രചരണം നടത്തുന്നത് നമുക്കറിയാം. ഇപ്പോൾ ഈ പ്രചരണത്തിന്റെ മുന്നിൽ നിൽക്കുന്നത് ഇടതുപക്ഷം മാത്രമല്ല, വലതുപക്ഷത്തുള്ള ആളുകളും ഇടതുപക്ഷവും വിവിധ കാലങ്ങളിൽ ഇത്തരത്തിലുള്ള പ്രചാരണങ്ങൾ നടത്തിയിട്ടുണ്ട്. നാം നേരത്തെ പറഞ്ഞ ഭരണകൂട ഇസ്ലാമോഫോബിയയുടെ ഒരു സ്വഭാവം അതാണ്. ഇത്തരത്തിലുള്ള പ്രചാരണമാണ് ഇന്ന് CPM നടത്തുന്നത്. ഇങ്ങനെയുള്ള പ്രചാരണത്തിന്റെ അടുത്ത ഫലം എന്താണ്? ഇത്തരം പ്രചാരണം കേരളത്തിൽ നടക്കുമ്പോൾ മുസ്ലിങ്ങൾ അനർഹമായ ആനുകൂല്യങ്ങൾ നേടുന്നു എന്ന, മുസ്ലിങ്ങൾ മതരാഷ്ട്രമുണ്ടാക്കാൻ ശ്രമിക്കുന്നു എന്ന് പറയുന്ന പ്രചാരണം കേരളത്തിൽ ഉണ്ടാകുമ്പോൾ അതിന്റെ ആദ്യത്തെ ഒരു സഖ്യകക്ഷി അഖിലേന്ത്യാ തലത്തിലുള്ള ഹിന്ദുത്വ പ്രസ്ഥാനങ്ങളാണ്, അഖിലേന്ത്യാ തലത്തിലുള്ള ഹിന്ദുത്വ ഏജൻസികളാണ്, ഹിന്ദുത്വത്തിന്റെ വിവിധ തരത്തിലുള്ള അക്രമകാരികളാണ്. അവർ കേരളത്തിലെ ഈ പറയുന്ന ഇസ്ലാമോഫോബിക് ആയിട്ടുള്ള അഭിപ്രായങ്ങളോട്, ഇസ്ലാമോഫോബിക് ആയിട്ടുള്ള പ്രചാരണങ്ങളോട് അവർ കണ്ണി ചേരുകയും കേരളത്തെ അവർ ജിഹാദികളുടെ കേന്ദ്രമായി വിളിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇത് ആരംഭിക്കുന്ന എവിടുന്നാണ്? കേരളത്തിലെ ഭരണാധികാരികൾ മുസ്ലിങ്ങൾക്കെതിരെ, കേരളത്തിലെ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ, മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ, മുസ്ലിം സംഘടനകൾക്കും സമുദായ പ്രസ്ഥാനങ്ങൾക്കുമെതിരെ രൂപം കൊടുത്ത ഇസ്ലാമോഫോബിക് ആയിട്ടുള്ള മാതൃക അഖിലേന്ത്യാ തലത്തിൽ ഹിന്ദുത്വർ ഏറ്റെടുക്കുകയും ഈ മാതൃക അവർ യഥാർത്ഥത്തിൽ മുസ്ലിങ്ങൾക്കെതിരെയല്ല തിരിച്ചു വെക്കുന്നത്, അവർ തിരിച്ചു വെക്കുന്നത് പിണറായി വിജയനെതിരെയാണ്, അല്ലെങ്കിൽ കേരളത്തിലെ ഇടതുപക്ഷക്കാർക്കെതിരെയാണ്. അടുത്ത തിരഞ്ഞെടുപ്പിൽ
UDF അധികാരത്തിൽ വന്നാൽ പോലും അവർ അവരുടെ ഈ മാതൃക തെരഞ്ഞെടുക്കാൻ മുന്നോട്ട് വയ്ക്കാൻ പോകുന്നത് അന്ന് ഇവിടെ ഭരണകൂടത്തിൽ അധികാരത്തിലിരിക്കുന്ന ആരാണോ അവർക്കെതിരെയായിരിക്കും. അതായത് മുസ്ലിങ്ങൾ എവിടേക്ക് എവിടെ അധികാരങ്ങൾക്ക് വേണ്ടി അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടുമോ, എവിടേക്ക് അവകാശങ്ങൾ അല്പമെങ്കിലും നേടിയെടുക്കുന്നോ, ഈ പ്രദേശങ്ങളെ പേരിട്ട് വിളിക്കുന്നതാണ് മിനി പാകിസ്ഥാൻ എന്നോ അല്ലെങ്കിൽ ജിഹാദിസ്ഥാൻ എന്നൊക്കെ വിളിക്കുന്നത് അതിന്റെ മറുപേര് മാത്രമാണ്. ഇത്തരത്തിലുള്ള മറുപേര് വിളിക്കുന്നതിന് ഭാഗത്താണ് ഇന്ന് ഈ യഥാർത്ഥത്തിൽ നമ്മളുടെ പിണറായി വിജയന് എതിരെ പോലും ജിഹാദി വിളികൾ, കേരളത്തിനെതിരെ പോലും ജിഹാദി വിളികൾ കേൾക്കേണ്ടി വരുന്നത്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഇന്ന് CPM ഒരു പ്രശ്നത്തിലാണ്. അവർ ഒരേ സമയം ഇസ്ലാമോഫോബിയ പ്രചരിപ്പിക്കുന്നുണ്ട്. ഇന്ത്യയിലെ കേരളത്തിലെ മുസ്ലിം ജനവിഭാഗങ്ങൾക്കെതിരെ ഇസ്ലാമോഫോബിക്കായുള്ള പ്രചാരണങ്ങൾ നടത്തുന്നുണ്ട്. മറുഭാഗത്ത് അവർ തന്നെ ഇസ്ലാമോഫോബിയയുടെ ഇരകളുമാണ്. കാരണം അവർ ഭരിക്കുന്ന സംസ്ഥാനത്ത്, അവർ ഭരിക്കുന്ന പ്രദേശങ്ങളിൽ, അവർക്ക് അധികാരമുള്ള കേന്ദ്രങ്ങളിൽ അവർ ഇവിടത്തെ ജിഹാദികൾക്ക് വേണ്ടി പ്രവർത്തനം നടത്തുന്ന ആരോപണങ്ങൾ നേരിടുന്നതും ഇതിന്റെ ഭാഗമാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മളുടെ ഇടതുപക്ഷം ഒരു കുരുക്കിൽപ്പെട്ടിരിക്കുകയാണ്. ഇസ്ലാമോഫോബിയ പ്രവർത്തിപ്പിക്കുന്നവരും ഇസ്ലാമോഫോബിയയുടെ ഇരകളാവുകയും ചെയ്യുന്ന ഒരു ജനവിഭാഗമായിട്ട് ഒരു വിഭാഗമായിട്ട് ഇടതുപക്ഷം മാറിക്കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇടതുപക്ഷത്തെ പോലുള്ള ആളുകൾ ഇത് മറികടക്കേണ്ടതല്ലേ? നമുക്കെല്ലാവർക്കും അറിയാം, ഇടതുപക്ഷത്തെ പോലുള്ള ആളുകൾ 1947 വരെ ഇടതുപക്ഷത്തെ പോലുള്ള ആളുകളെ വളരെ കൃത്യമായി സമുദായങ്ങളുടെ രാഷ്ട്രീയം മുന്നോട്ട് വെച്ചിരുന്ന സംഘടനകളാണ്. സമുദായ രാഷ്ട്രീയത്തിൽ അതിന്റെ എല്ലാ ഭംഗിയോടുകൂടി കേരളത്തിൽ മുന്നോട്ട് വെച്ചിരുന്ന ഒരു സംഘടനയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത്. നിങ്ങൾ ഇവിടെയുള്ള പ്രായമുള്ള ആളുകൾക്ക് ഓർമ്മയുണ്ടാവും, പാകിസ്ഥാൻ വാദം വരുന്ന സമയത്ത് ദേശീയതകളുടെ സ്വയം ഭരണാവകാശത്തിന്റെ രാഷ്ട്രീയം മുന്നോട്ട് വെച്ചുകൊണ്ട് പാകിസ്ഥാൻ വാദത്തെ അനുകൂലിക്കുകയും അതിൽ രാഷ്ട്രീയമായി ശരിയാണെന്ന് തീരുമാനമെടുക്കുകയും ചെയ്തൊരു പാർട്ടിയായിരുന്നു CPM. അന്ന് മുസ്ലിം ലീഗിനെതിരെ ആ നിലപാട് പങ്കെടുത്തവരാണ്. ഞാനത് CPM-നെ കുറ്റം പറയുന്നതിന് വേണ്ടി, അവരെ അപഹസിക്കുന്നതിന് വേണ്ടി പറയുന്നതല്ല, മറിച്ച് വളരെ ശരിയായ നിലപാടുകളിൽ നിന്നുകൊണ്ട് ലീഗിന് അനുകൂലമായ നിലപാടെടുത്തൊരു പാർട്ടിയാണ്. പക്ഷെ പിൽക്കാലത്ത് സമുദായങ്ങളുടെ രാഷ്ട്രീയം കയ്യൊഴുകുകയും സമുദായങ്ങളുടെ രാഷ്ട്രീയത്തിൽ നിന്ന് ഒരു ദേശീയതയുടെ രാഷ്ട്രീയത്തിലേക്ക്, അതായത് അപരവിഭാഗങ്ങൾ സൃഷ്ടിക്കുന്ന ദേശീയതയുടെ ഒരു വംശീയമായ രാഷ്ട്രീയത്തിലേക്ക് പിന്മാറുന്നതിന് കൂടി ഭാഗമായിട്ടാണ് സമുദായങ്ങളുടെ രാഷ്ട്രീയം എന്ന ആശയം CPM ഉപേക്ഷിക്കുകയും അവർ പിൽക്കാലത്ത് ഒരു ഇസ്ലാമോഫോബിക് ഒരു രാഷ്ട്രീയത്തിലേക്ക് വരികയും ചെയ്യുന്നത്. ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞു നിർത്താം. അവസാനത്തെ ഒരു പോയിന്റ്, എന്തുകൊണ്ടാണ് ഈ ഇടതുപക്ഷം യഥാർത്ഥത്തിൽ ഇസ്ലാമോഫോബിയ പ്രചരിപ്പിക്കുന്നത്? അതിൽ ഇടതുപക്ഷത്ത് ഈ നേരത്തെ പറഞ്ഞ ഭരണകൂട ഇസ്ലാമോഫോബിക്ക് പുറത്ത് ഇവർക്ക് മറ്റു കാരണങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? മറ്റു കാരണങ്ങൾ ഉണ്ട് എന്നതാണ് സത്യം. കാരണം നമുക്കറിയാം, യഥാർത്ഥത്തിൽ CPM-ന്റെ അല്ലെങ്കിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒരു സൈദ്ധാന്തിക അടിത്തറയിൽ ഒരു പ്രശ്നമുണ്ട്. അത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ മാത്രമല്ല, ദേശീയ പ്രസ്ഥാനങ്ങളുടെ തന്നെ സൈദ്ധാന്തിക മാതൃകയിലൊരു പ്രശ്നം, അത് മതത്തെ എല്ലായ്പ്പോഴും ഒരു ആരോപണ സ്ഥലമാക്കി മാറ്റുന്നുള്ളതാണ്. അതായത് ഇവിടെ ഒരു അപകടം ഉണ്ടാകുന്നു, ഇവിടെ ഒരു കുഴപ്പമുണ്ടാകുന്നു, ഇവിടെ ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടാകുന്നു. നമ്മൾക്ക് ഈ കുഴപ്പത്തിന് ധാരാളം കാരണങ്ങൾ കണ്ടെത്താൻ കഴിയും. ഇപ്പോ ഒരു ഹിന്ദു കുടുംബത്തിൽ ഞാനൊരു ഉദാഹരണം പറയാം. ഒരു ഹിന്ദു കുടുംബത്തിൽ ഒരു ആൺകുട്ടി വിവാഹം കഴിച്ച് ഒരു പെൺകുട്ടി പ്രണയവിവാഹത്തിൽ ഏർപ്പെടുന്നു. അപ്പോൾ നാം എന്ത് പറയും? ഹിന്ദു കുടുംബത്തിലെ രക്ഷിതാവ് ഒരു യാഥാസ്ഥിക രക്ഷിതാവാണ്, ആ വിവാഹത്തെ എതിർക്കുന്ന ആ കുടുംബനാഥൻ ഒരു യാഥാസ്ഥികനാണ് എന്ന് വിളിക്കും. അല്ലെങ്കിൽ നമ്മൾ അങ്ങനെയാണ് ഹിന്ദുവാണെങ്കിൽ നാം വിശേഷിപ്പിക്കുക. ഇതേ സ്ഥാനത്ത് ഒരു മുസ്ലിം കുടുംബമാണെങ്കിൽ നാം വിശേഷിപ്പിക്കുന്നത് അയാൾ ഒരു മതമൗലികവാദി എന്നാണ്. പൊതുമണ്ഡലത്തിൽ നാം നോക്കിയാൽ അറിയാം, ഹിന്ദു കുടുംബങ്ങളിൽ ഉണ്ടാകുന്ന ഒളിച്ചോട്ടങ്ങളെ എതിർക്കുന്ന മാതാപിതാക്കളെ യാഥാസ്ഥിതരെന്നും മുസ്ലിം കുടുംബങ്ങളിൽ ഉണ്ടാകുന്ന ഒളിച്ചോട്ടങ്ങളെ എതിർക്കുന്ന മാതാപിതാക്കളെ വർഗീയവാദികളോ മതമൗലികവാദികളോ ആയിട്ടാണ് നാം സാധാരണ മനസ്സിലാക്കുന്നത്. ഇത് ഒരേ കാര്യത്തെ രണ്ട് തരത്തിൽ പേരിട്ട് വിളിക്കുന്നു. അതുപോലെ ഒരു അപകടം നടക്കുന്നു. ഈ അപകടത്തിൽ മുസ്ലിങ്ങൾ പങ്കെടുക്കുന്നു, ഹിന്ദുക്കൾ പങ്കെടുക്കുന്നു, എല്ലാവരും അവരവരുടെ റോൾ നിർവഹിക്കുന്നു. പക്ഷേ നമുക്കറിയാം, അതിൽ നിന്ന് മുസ്ലിങ്ങളെ നാം പെറുക്കിയെടുക്കുകയും മതത്തെ ഒരു ആരോപണ സ്ഥലമാക്കി മാറ്റുകയും ചെയ്യുന്നു. അപ്പോൾ അതാണ് നമ്മൾ ഈ അടുത്ത കാലത്ത് കഴിഞ്ഞ ദിവസം നമ്മളുടെ MLA മതം തിരയുകയാണ് MLA എന്ന് നാം വിമർശിച്ചത്. അപ്പോൾ ആ പ്രതിഭാസത്തിൽ നിന്ന് അവരെ മുസ്ലിം എന്ന് പറയുന്ന ആ ഘടകത്തെ മാത്രം തെരഞ്ഞെടുക്കുകയും ആ മുസ്ലിം ഘടകത്തിൽ നിന്നുകൊണ്ട് മുസ്ലിം മതത്തെ ഒരു ആരോപണ സ്ഥലമാക്കി മാറ്റുകയും ചെയ്യുന്നു. ഇന്ത്യൻ ദേശീയത എല്ലായ്പ്പോഴും ഇസ്ലാമിനെയും അതുപോലെ തന്നെ വിവിധ ന്യൂനപക്ഷ വിഭാഗങ്ങളെയും ഒരു ആരോപണ സ്ഥലമായിട്ടാണ് കണ്ടിട്ടുള്ളത്. എന്നാൽ ഇതേ
മത ആരോപണ സ്ഥലമാക്കുന്നത് ഹിന്ദുക്കൾക്കുണ്ടോ ഇല്ലെന്നുള്ളതാണ് ഇതിലെ നിർഭാഗ്യകരമായ ഒരു കാര്യം. കാരണം ഹിന്ദുക്കൾക്ക് കൂടി അവർ ആരോപണ സ്ഥലമാക്കിയിരുന്നുവെങ്കിൽ സത്യത്തിൽ ഇരകൾക്കിടയിൽ ഐക്യം സാധ്യമാകുമായിരുന്നു. കുഴപ്പം ഹിന്ദുക്കൾ അവർ ആരോപണ സ്ഥലമാക്കി മാറ്റാറില്ല. പകരം ഹിന്ദു ആകുമ്പോൾ അവർ മറ്റൊരു കാര്യം പറയും. എവിടെയെങ്കിലും ഹിന്ദു ഒരു നല്ല കാര്യം ചെയ്യുകയാണെങ്കിൽ നാം പറയും ഹിന്ദുക്കൾ വളരെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള, ഹിന്ദുക്കൾ വളരെ അയവേറിയ മത സ്വഭാവമുള്ള ആളുകളാണ്, വളരെ അവർക്ക് വാക്ക് മറന്നുപോയി, അവർ വലിയ വിശാല മനസ്കരാണെന്നാണ് നാം സാധാരണ പറയുന്നത്. എന്നാൽ എവിടെയെങ്കിലും ഹിന്ദു ഒരു കുഴപ്പമുണ്ടാക്കുകയാണെങ്കിൽ നമ്മളുടെ ചിന്ത ഉടനടി ആ ഹിന്ദു എന്ന മതത്തിന്റെ കുഴപ്പമായിട്ട് പറയില്ല. ആ സമയത്ത് ഹിന്ദു ഒരു സംസ്കാരമായിട്ടാണ് നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുക. അപ്പൊ ഹിന്ദുവിലെ രണ്ട് രൂപങ്ങളാണുള്ളത്. ഒന്ന് ഒരു ഭാഗത്ത് ഒരു മതമാണ്, മറുഭാഗത്ത് ഒരു സംസ്കാരമാണ്. എവിടെയെങ്കിലും ഒരു കുഴപ്പം കണ്ടാൽ അപ്പോൾ നമ്മൾ മതം എന്ന് പറയുന്നത് മാറ്റിവെച്ച് ഹിന്ദുവിനെ സംസ്കാരമായി അങ്ങോട്ട് അവതരിപ്പിക്കും. എവിടെയെങ്കിലും നല്ലത് കണ്ടാൽ അത് ഹിന്ദു മതത്തിന് ഗുണത്തിൽ എഴുതുകയും ചെയ്യും. അതായത് ഈ മതത്തെ ആരോപണ സ്ഥലമാക്കുന്ന ഈ ശൈലി ഇസ്ലാമിന് മാത്രമേ ഉള്ളൂ. അത് ഇന്ത്യൻ ദേശീയതയുടെ ഉള്ളിൽ അത് ഇസ്ലാമിന് മാത്രം ബാധകമാകുന്ന നിയമമാണ്. എന്നാൽ ഈ മതത്തെ ആരോപണ സ്ഥലമാക്കുന്ന ഈ ശൈലി ഇവിടെ ഇസ്ലാമിന് ബാധകമല്ല. ഇതും മതത്തെ രക്ഷിച്ചെടുക്കുന്ന ഒരു മാർഗമാണ്. ഇസ്ലാമോഫോബിക്കയുടെ ഒരു പ്രധാന തന്ത്രവും അതാണ്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ പ്രണവിവാഹങ്ങളെ എതിർക്കുന്ന ഹിന്ദു കുടുംബങ്ങളിലുള്ള ആളുകളൊക്കെ വെറും പിന്തിരിപ്പന്മാരും, എന്നാൽ അങ്ങനെ എതിർക്കുന്ന മുസ്ലിങ്ങളൊക്കെ മതമൗലികവാദികളോ വർഗീയവാദികളോ ഒക്കെ ആയിട്ട് മാറുന്നതും അതുകൊണ്ടാണ്. അപ്പൊ യഥാർത്ഥത്തിൽ വസ്തുതകളല്ല ഉള്ളത്, വസ്തുതകളെ കുറിച്ചുള്ള ആഖ്യാനങ്ങളാണ് നാം ശ്രദ്ധിക്കേണ്ടത്. മതത്തെ കുറിച്ചുള്ള ആഖ്യാനങ്ങളാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമോഫോബിയയുടെ ആരംഭം എന്ന് പറയുന്നത്. അതാണ് ആദ്യം തന്നെ ഞാൻ പറഞ്ഞത്. ജമാ ഇസ്ലാമി എന്ന് പറയുന്നത് ഒരു സംഘടനയുടെ പേരല്ല, അത് മുസ്ലിങ്ങളെ വംശീയവൽക്കരിക്കാൻ ഉപയോഗിക്കുന്ന ഒരു പദം മാത്രമാണ്. SDP എന്ന് പറയുന്നത് ഒരു സംഘടനയുടെ പേരല്ല, അത് മുസ്ലിങ്ങളെ വംശീയവൽക്കരിച്ച് മനസ്സിലാക്കാനുള്ള ഒരു പദപ്രയോഗം മാത്രമാണ്. കൈവെട്ട് എന്ന് പറയുന്നത് വെറുതെ കൈവെട്ടുന്നതല്ല. നക്സലൈറ്റുകൾ 2 തവണ കൈവെട്ടിയിട്ടുണ്ട്. ഞാൻ ML പ്രസ്ഥാനത്തിൽ ദീർഘകാലം 20 കൊല്ലത്തോളം ML പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുകയും 20 കൊല്ലത്തോളം ഫുൾ ടൈമറായി പ്രവർത്തിക്കുകയും ചെയ്ത മുഴുവൻ സമയ പ്രവർത്തകനായിരുന്ന ഒരാളാണ്. എനിക്കറിയാം 2 തവണ നക്സലൈറ്റുകൾ ML പ്രസ്ഥാനത്തിലുള്ള ആളുകൾ 2 തവണ ആളുകളെ കൈവെട്ടിയിട്ടുണ്ട്. എനിക്ക് മുന്നിലിരിക്കുന്ന ആളുകൾക്ക് എത്ര പേർക്ക് 2 തവണ കൈവെട്ടിയ നക്സലൈറ്റുകളെ കുറിച്ച് അറിയാം? ഒരു കൈവെട്ട് നടന്നത് ആ സമയത്ത് അയ്യങ്കാളിപ്പട എന്ന് പറയുന്ന പ്രസ്ഥാനമാണ് ഒരു കൈവെട്ട് നടത്തിയത്. രണ്ടാമത്തെ കൈവെട്ട് നടത്തിയത്, അതിനെ കുറിച്ച് കഥ നാം കേട്ടിട്ടുണ്ടായിരിക്കാം. അത് നമ്മളുടെ ജോയ് മാത്യു എന്ന് പറയുന്ന പഴയൊരു നക്സലൈറ്റ്, ഒരു ML പ്രസ്ഥാനത്തിലുണ്ടായിരുന്ന ജോയ് മാത്യു, ഇപ്പോഴത്തെ സിനിമാ നടൻ, അദ്ദേഹം മാതൃഭൂമി പത്രത്തിൽ വാരാന്ത്യ പതിപ്പിൽ മറ്റൊരു കൈവെട്ടിന്റെ കഥ എഴുതിയിട്ടുണ്ട്. ഈ കൈവെട്ടിന്റെ കഥ നാം എന്നേ മറന്നുപോയിരിക്കുന്നു. ഈ 2 കൈവെട്ടിനെ കുറിച്ച് എത്ര പേർക്ക് ഓർമ്മയുണ്ടായിരിക്കുന്നത് ഞാൻ ഒരു കൗതുകത്തിന് വേണ്ടി ചോദിക്കുകയാണ്. എനിക്ക് ഉറപ്പുണ്ട് ഇതിൽ ഈ ഇരിക്കുന്ന വളരെ ചുരുക്കം ആളുകൾക്ക് അങ്ങനെ 2 കൈവെട്ടുകൾ നടന്നിട്ടുണ്ട് എന്നറിയുള്ളൂ. എന്നാൽ പോപ്പുലർ ഫ്രണ്ടുകാരെ കൈവെട്ടി, NDF കൈവെട്ടിനെ കുറിച്ച് നമുക്കറിയാം. കാരണം കൈവെട്ട് ഒരു സംഭവമല്ല, മറിച്ച് കൈവെട്ട് ഒരു പ്രതീകമാണ്, ഒരു വംശീയതയ്ക്ക് ഉപയോഗിക്കുന്ന പ്രതീകം മാത്രമാണ്. അപ്പോൾ നാം സംഭവങ്ങളെയും വംശീയ പ്രയോഗങ്ങളെയും പരസ്പരം വേർതിരിച്ച് മനസ്സിലാക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ പ്രശ്നങ്ങളെ മനസ്സിലാക്കുകയാണ് ചെയ്യേണ്ടത്. ഇന്ന് CPM പോലുള്ള ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് മുസ്ലിങ്ങളെ വംശീയവൽക്കരിക്കുന്നതിനുള്ള ആയുധങ്ങൾ തയ്യാറാക്കുകയും ഈ ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് മുസ്ലിങ്ങളെ ചിത്രീകരിക്കുകയും അത് ഉപയോഗിച്ചുകൊണ്ട് ഹിന്ദുത്വ ഫാഷിസ്റ്റുകൾ, ഹിന്ദുത്വ സംഘടനകൾ, ഹിന്ദുത്വ സംഘപരിവാർ സംഘടനകൾ മുസ്ലിങ്ങൾക്കെതിരെ മാത്രമല്ല, മുസ്ലിങ്ങൾ അധിവസിക്കുന്ന പറയുന്ന കേരളത്തെതിരെ പോലെയും ആക്രമണം നടത്തുന്നു. ഇത്തരത്തിലുള്ള സാഹചര്യത്തിൽ ഇടതുപക്ഷം അത് മനസ്സിലാക്കണം. ഒരു പ്രസംഗത്തിന്റെ കാര്യം കൂടി ഞാൻ പറയാം. ഇന്ന് ശിവഗിരിയിലെ ഒരു പ്രസംഗം നടക്കുകയുണ്ടായി. പ്രസംഗത്തിൽ സനാതന ധർമ്മമല്ല, ശ്രീനാരായണ ഗുരുവിന്റെ ധർമ്മം സനാതന ധർമ്മമല്ല എന്ന് പിണറായി വിജയൻ പ്രസംഗിച്ചു. ഇന്ന് ശിവഗിരി തീർത്ഥാടനത്തിന്റെ ഉദ്ഘാടന ദിവസമായിരുന്നു. അന്ന് പിണറായി വിജയൻ ഉദ്ഘാടന പ്രസംഗം നടത്തി. പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു, ശ്രീനാരായണ ഗുരുവിന്റെ ധർമ്മം സനാതന ധർമ്മമല്ല, സനാതന ധർമ്മമാണെന്ന് പറയുന്ന ആളുകളുണ്ട്, അത് ശരിയല്ല എന്നൊരു അഭിപ്രായം നമ്മളുടെ പിണറായി വിജയൻ പറഞ്ഞു. കുറച്ചാളുകൾ കൈയടിച്ചു. ഈ കൈയടിച്ചതിന് ശേഷം മറ്റൊരാൾ പ്രസംഗിച്ചു, നമ്മളുടെ മുരളീധരൻ, BJPയുടെ മുരളീധരൻ പ്രസംഗിച്ചു. അദ്ദേഹം പറഞ്ഞു, പരിപ്പോടെ വേവില്ല എന്ന് നമ്മളുടെ മുരളീധരൻ പറഞ്ഞു.
അവിടെ പിണറായി വിജയന് ലഭിച്ച കയ്യടിയേക്കാൾ കൂടുതൽ കയ്യടി ലഭിച്ചത് വി മുരളീധരനായിരുന്നു എന്ന് ഓർക്കുന്നത് പിണറായി വിജയന് മാത്രമല്ല, കേരളത്തിലെ മുഴുവൻ മനുഷ്യർക്കും ഓർത്താൻ നല്ലതാണ്. അല്ലെങ്കിൽ ഭാവിയിൽ നമ്മൾ പശുക്കടത്തുകാരായിട്ടും കാളക്കടത്തുകാരായിട്ടും കൊല്ലപ്പെടുകയായിരിക്കും നമ്മളുടെയൊക്കെ വിധി എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇതുകൂടി ഈ CPM-നെ പോലെയുള്ള ഇടതുപക്ഷത്തെ പോലെയുള്ള ആളുകൾ ഓർക്കണമെന്നും അതാണ് അവർ ലോകത്ത് നടത്തേണ്ടുന്ന ദൗത്യമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അഭിവാദ്യം.